ശബരിമല മിൽമ നെയ് ക്രമക്കേട് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം SP MJ സോജൻ നേതൃത്വം നൽകും. 5 വിജിലൻസ് ഇൻസ്പെക്ടർമാർ സംഘത്തിലുണ്ട്. സർക്കാർ നൽകിയ പട്ടിക കോടതി അംഗീകരിച്ചു. പ്രാഥമിക റിപ്പോർട്ട് 1 മാസത്തിനകം നൽകാൻ നിർദ്ദേശം നൽകി. ശ്രീജിത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഒടുവിൽ ഇതൊരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ 1 മാസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണം. അന്വേഷണ സംഘത്തിൽ ആരൊക്കെയുണ്ട്, എന്താണ് വിശദാംശങ്ങൾ? രാജേഷ്, അതിവേഗത്തിലാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കാരണം രാവിലെ കോടതി ഇതുമായി ബന്ധപ്പെട്ട വളരെ പെട്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ, അതായത് മിടുക്കന്മാരെ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും സത്യസന്ധരായിരിക്കണമെന്നും അവരുടെ പട്ടിക ഉടൻ തന്നെ നൽകണമെന്നും നിർദ്ദേശിച്ചിരുന്നു. അതിനോടാണ് ഉടൻ തന്നെ സർക്കാർ പ്രതികരിച്ചിരിക്കുന്നത്. നിലവിൽ സർക്കാർ കോടതിക്ക് ഈ SITയുടെ പട്ടിക കൈമാറിയപ്പോൾ തന്നെ ഹൈക്കോടതി ഈ അംഗീകരിക്കുകയും ഈ MJ സോജനെ SITയുടെ തലവനായി നിശ്ചയിക്കുകയും ചെയ്തു. 3 പേരുടെ പട്ടികയാണ് കൈമാറിയത്. ജുവനപ്പൊടി മഹേഷ്, MJ സോജൻ, R ബിനു എന്നിവരുടെ പേരുകളാണ് നൽകിയത്. അതിലാണ് MJ സോജനെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമാണ് പട്ടിക നൽകിയത്. നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ തന്നെ ശബരിമല മെയിൻ സ്റ്റോറിലേക്ക് സാധന സാമഗ്രികൾ വാങ്ങിയതിൽ വലിയ ക്രമക്കേട് നടന്നെന്ന് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. മിൽമ ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡ് ജീവനക്കാരെ സഹായിച്ചുവെന്ന് അന്വേഷണം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2017 മുതൽ 3 വർഷം 20 വരെയുള്ള കാലത്ത് 10 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമുണ്ടായതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നെയ് ക്രമക്കേടിലെ തട്ടിപ്പാണ് ചുരുളഴിയാൻ വേണ്ടി ഇപ്പോൾ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മെയിൻ സ്റ്റോറിലേക്ക് ആവശ്യമായതിന്റെ 5 ഇരട്ടിയിലേറെ സാധനങ്ങൾ വാങ്ങിയതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ അഭിഷേകത്തിന്റെ മറയിലാണ് ഈ വാങ്ങിക്കൂട്ടലെല്ലാം നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇത് സ്വാഭാവികമായും നമ്മുടെ ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അതിനുശേഷം വരുന്നൊരു മറ്റൊരു തട്ടിപ്പിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥയായി മാറിയിരിക്കുന്നത്. അത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കുന്നത്. മിന്നൽ പരിശോധനകളിൽ ഈ തേനും അരവണയ്ക്കുള്ള സാമഗ്രികളും ഒക്കെ കൂടുതലായി കണ്ടെത്തിയിരുന്നുണ്ട്. ഈ ബാക്കി വന്ന അരവണ സാമഗ്രികൾ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു അറിവില്ല. അത് ഡാമേജ് ആയി കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ അടിമുടി ഏതൊക്കെ മേഖലകളിൽ തട്ടിപ്പ് നടത്താമോ ആ മേഖലകളിലൊക്കെ തട്ടിപ്പ് നടത്തിയതായിട്ടാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര അന്വേഷണത്തിനാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ ഇവർ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ശ്രീജിത്താണ് വിശദാംശങ്ങൾ